ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രം സന്ദർശിക്കും. ഇന്ന് വൈകുന്നേരമാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനമുണ്ടാവുക. കേസെടുത്ത സൈനികരുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം കൂടുതൽ സ്ഥിതിഗതികൾ അറിയാനായി കേന്ദ്രമന്ത്രി കൂടി എത്തുന്നത്. എപ്പോഴാകും അദ്ദേഹം എത്തിച്ചേരുക? അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? 3 മണിയോടുകൂടിയാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുക. അവിടെ എത്തി ഈ കേസെടുത്ത, അതായത് സൈനികൻ ഉൾപ്പെടെ അതോടൊപ്പം കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും നാട്ടുകാരായിട്ടുള്ള 25 പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അവരെയും ഈ സൈനികരെയും കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവോണ ദിനത്തിലാണ് ഇത്തരത്തിലൊരു പൂക്കളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടാകുന്നത്. ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നും അതോടൊപ്പം തന്നെ ഈ ഭഗവപതാകയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ അവിടെയുള്ള ഭരണസമിതി അംഗങ്ങളെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയും ഈ പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. അത് പ്രചരിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിരോധത്തിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് പിന്നീട് അത് FIR ഇടുന്നുണ്ട്. FIRൽ പറഞ്ഞിരിക്കുന്നത് ഈ കാവിക്കൊടിയും അതോടൊപ്പം തന്നെ ശിവജിയുടെ ചിത്രവുമൊക്കെ വച്ചതിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം കൂടെ വരുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ കാവിക്കൊടിയും അതായത് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ചിഹ്നങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കൃത്യമായും ആ വീഡിയോ ദൃശ്യങ്ങളിലടക്കം പറയുന്നുണ്ട് ആ പൂക്കളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിലൊക്കെ അവിടെയുള്ള നാട്ടുകാരും ഇത് തന്നെയാണ് പ്രതികരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ സൗമ്യമായി പരിഹരിക്കേണ്ട പോലീസ് അവിടെ എത്തി എന്തിനാണ് ഇത്രയധികം വിഷയമുണ്ടാക്കിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി അടക്കം എത്തുന്നത്. അതേസമയം തന്നെ നാളെ ഈ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ ഹൈന്ദവ സംഘടനകളും BJPയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ വിഷയത്തിൽ FIR ഇട്ടത് സൈനികനെതിരെയും അതോടൊപ്പം തന്നെ നേരത്തെ സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വിമുക്ത ഭടനായിട്ടുള്ള ശരത്തിനെതിരെയുമാണ്. എന്തിനാണ് ഈ ഒരു കേസ് എടുത്തത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. സാധാരണയായി പൂക്കളം ഇടുന്നത് പലതരത്തിൽ പൂക്കളം ഇടാറുണ്ട്. അതിൽ തന്നെ കൃഷ്ണന്റെ ഒരു ചിത്രമുണ്ട്, അതോടൊപ്പം ഒരു കാവി പതാകയുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു കലാപാഹ്വാനമാക്കുക എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പക്ഷേ പോലീസ് പറയുന്ന വിശദീകരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഭഗവപതാക രാഷ്ട്രീയപരമായി എടുക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം നാട്ടുകാരൊക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ശ്രീകൃഷ്ണന്റെ രഥത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന പതാകയുണ്ട്. അത് ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങളിലും ചിത്രങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അത് അത്തപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ മാത്രം എങ്ങനെയാണ് അത് മറ്റു രീതിയിലേക്ക് പോവുക എന്നുള്ള ചോദ്യമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.